ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൗണ്ടി ഡോണിയിലുള്ള മാലിൻ ഹെഡിനെ കുറിച്ചാണ്. വളരെ സീനിക് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ഡ്രൈവ് എല്ലാം ചെയ്ത് നമ്മൾ ഈ മാലിൻ ഹെഡിൻ്റെ ടോപ്പിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അത്രയും ഭംഗിയുള്ള ഒരു വില്ലേജും ഒരു സൈഡിൽ എന്താ പറയുക കടലും ആ ഒരു ടവറും ആ ഒരു ഗ്രീനറിയും ബീച്ചും എല്ലാം കൂടെ എന്താ പറയുക ഇറ്റ് വാസ് സോ ബ്രെത്ത് ടേക്കിംഗ്. അവിടെ ഒരു ചെറിയ കാർ പാർക്കിംഗ് ഏരിയയും ഒരു ചെറിയ കോഫി ഷോപ്പും പിന്നെ ലേഡീസ് ജെൻസ് ടോയ്ലറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഈ ടവറിൻ്റെ പേര് ബാംബാസ് ക്രൗൺ എന്നാണ്. ഇത് ഏകദേശം 1805 പണി കഴിപ്പിച്ചതാണ് ബൈ എ ബ്രിട്ടീഷ് അഡ്മിറാലിറ്റി. വേൾഡ് വാർ II സമയത്തെല്ലാം ഈ ഒരു ഏരിയയും ഈ ഒരു ടവറിനൊക്കെ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര രസമുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. അവിടെ ആക്ച്വലി ബൈനോക്കുലേഴ്സും ഒരു വ്യൂ പോയിൻ്റ് ഏരിയ എല്ലാം ഉണ്ടായിരുന്നു. ബൈനോക്കുലർ വർക്കിംഗ് ആയിരുന്നില്ല, അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. അവിടെ തന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും എന്തൊക്കെയാണ് അവിടെ വിസിറ്റ് ചെയ്യാനുള്ളതെന്നുമല്ല ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് വാർ II സമയത്തൊക്കെ അയർലൻഡും ഇന്ത്യയെ പോലെ തന്നെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തിരുന്നത്. ഒരു കൺട്രിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും അയർലൻഡ് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയർലൻഡിൻ്റെ എയ്റോസ്പേസിലൂടെ പോകുന്ന യുദ്ധവിമാനങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഉള്ളത് അയർലൻഡ് മുകളിലാണെന്നും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അയർലൻഡിൻ്റെ പല ഏരിയാസിലും സ്റ്റോൺസ് കൊണ്ട്, എസ്പെഷ്യലി വൈറ്റ് സ്റ്റോൺസ് കൊണ്ട് ഓരോ കോഡ്സ് ഉണ്ടാക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് അവർക്ക് ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട്. അങ്ങനെ ഒരു പോയിൻ്റ് ഉള്ള സ്ഥലമാണ് മാലിൻ ഹെഡ് കേട്ടോ. ആ ഓരോ പോയിന്റിനും ഇവർ ഓരോ നമ്പർ കൊടുത്താണ് അവർ നോട്ട് ചെയ്തിരിക്കുന്നത്. സോ മാലിൻ ഹെഡിലെ നമ്പർ 80 ആണ്. സോ അത് എഴുതി വെച്ചിരിക്കുന്നത് EIRE 8E എന്നാണ്. EIRE എന്ന് പറയുന്നത് ഐറിഷ് ലാംഗ്വേജിൽ അയർലൻഡിന് പറയുന്ന പേരാണ്. ആൻഡ് 80 ഈസ് ജസ്റ്റ് എ നമ്പർ. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോയി നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയയിലാണ്. എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു ഏരിയ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ പല ഭാഗത്തും അയർലൻഡിൻ്റെ പല ഭാഗത്തും ഇതുപോലെ AIR 75, AIR 40 അങ്ങനെ പല നമ്പറുകളും പല ഭാഗത്തായിട്ടും ഇപ്പോഴും ഉണ്ട്. കുറേയൊക്കെ നശിച്ചു പോയി, എങ്കിലും ഇപ്പോഴും പലതും വിസിബിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അങ്ങ് ദൂരെയായിട്ടൊരു EIRE സിമ്പിൾ കാണാം. ആക്ച്വലി ഡ്രോണൊക്കെ ഉണ്ടെങ്കിലേ അതിൻ്റെ മുകളിലുള്ള എക്സാക്റ്റ് പിക്ചർ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ മാലിൻ ഹെഡ് വന്നാൽ ജസ്റ്റ് ആ ഒരു ടവർ മാത്രം കണ്ടിട്ട് ഒരിക്കലും തിരിച്ചു പോകരുത്. അതിന് താഴോട്ടായിട്ട് നമുക്ക് ചെറിയൊരു വോക്ക് വേ ഉണ്ട്. കുറച്ച് റിസ്ക്കിയാണ് കുട്ടികളെയും കൊണ്ടൊക്കെ പോകാനായിട്ട്. പക്ഷേ ഇഫ് യു ഹാവ് ടൈം, എന്താ പറയുക, കുറച്ച് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ഒരു വോക്ക് വേ കൂടെ മസ്റ്റായിട്ടും നിങ്ങൾ അങ്ങ് താഴെ വരെ പോകണം. അവിടെ വളരെ ഭംഗിയുള്ള വ്യൂ ആണുള്ളത്. ഞാൻ ഈ ക്യാമറയെല്ലാം പിടിച്ചിട്ട് എനിക്ക് പോകാനായിട്ട് ആക്ച്വലി ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഭയങ്കര കാറ്റാണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. കാരണം വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന പകുതി റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് കാറ്റായിരുന്നു, അതുപോലെ സൗണ്ടും ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. കുറച്ചധിക ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു വളരെ ചെറിയൊരു ഷോർട്ട് വോക്ക് ആയിരിക്കുമെന്ന്. പിന്നെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ്സ് ലൈക്ക് എ നെവർ എൻഡിങ് ജേർണി. പക്ഷേ ഇറ്റ് വാസ് എ മെമ്മറബിൾ, എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു സ്ഥലം. വീഡിയോ ഈസ് നോട്ട് ഡൂയിങ് എനി ജസ്റ്റിസ്, ബട്ട് ഐ എം ഹെൽപ്ലെസ്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ഞാനിത് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ലോസ് ആയിപ്പോയേനെ. ആ വഴി കുറേ ദൂരം അങ്ങോട്ട് ഞാൻ നടന്നു കേട്ടോ. മാക്സിമം വീഡിയോസ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാറ്റ് കാരണം എന്നെയും എൻ്റെ ക്യാമറയും എൻ്റെ ഗിംബൽ ഉൾപ്പെടെ പറത്തിക്കൊണ്ട് പോകാൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാറ്റായിരുന്നു. ആൻഡ് താങ്ക് ഗോഡ് ഇറ്റ് വാസ് എ നൈസ് ഡേ. നല്ലൊരു വെതറും ആയിരുന്നു. മഴയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി നല്ലൊരു വെതറും കിട്ടി.
ആ ദൂരെ പൊട്ടുപോലെ കാണുന്ന ആ ടവറിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ വളരെ ഒരു കുഞ്ഞൊരു ഇതായിട്ടേ കാണുന്നുള്ളൂ. സോ നമ്മൾ അത്രയും ദൂരം താഴോട്ട് നടന്നു വന്നു. വീഡിയോയിൽ കാണാം അതിൻ്റെ അങ്ങ് നോർത്ത് ടിപ്പിൽ ആക്ച്വലി നിങ്ങൾക്ക് ആളുകളെ കാണാം. അവിടെ ഒരു ക്രോസ് പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സിംബലൈസേഷൻ എന്നറിയില്ല. ആളുകൾ കുറേ പേര് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. സോ ഞാനും കരുതി ഒന്ന് പോയി നോക്കാമെന്ന്. ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ ആ റോക്സ് എല്ലാം. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പോയില്ലെങ്കിൽ സുഭാഷ് പോയ പോലെ ഞാനും പോകുമായിരുന്നു. എനിവേ എന്താണേലും അവിടം വരെ വന്ന സ്ഥിതിക്ക് അതൊന്നും എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ ആളുകളൊക്കെ ആ ഒരു പാറക്കെട്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. അങ്ങനത്തെ ഒത്തിരിയായിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാൻ നിൽക്കല്ലേ. അപ്പോൾ എന്താണേലും ഇറ്റ് വാസ് നൈസ് വോക്ക്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ആ ഒരു പാത്വേയുടെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു ആ ക്രോസിൻ്റെ അവിടെ പോകാനായിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലെ ഫോം ചെയ്ത്, ലേക്ക് എന്നൊന്നും പറയാനില്ല, ചെറിയൊരു വാട്ടർ ബോഡി ഫോം ചെയ്തേക്കുന്നത് കണ്ടത്. നോക്കുമ്പോൾ അതിൻ്റെ വെള്ളം വളരെ എന്താ പറയുക ഡാർക്ക് ബ്ലാക്ക് കളർ എന്നൊക്കെ പറയാവുന്ന പോലെ. ഗിന്നസ് ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് മറ്റോ ഇവിടെ അയർലൻഡിലുണ്ടെന്ന് എനിക്കറിയാം. ബിക്കോസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഗിന്നസ് ലേക്ക്? ബിക്കോസ് അതിൻ്റെ വെള്ളം ഒരു ഗിന്നസ് ബിയറിൻ്റെ എന്താ പറയുക ബ്ലാക്ക് കളർ പോലെയാണ്. ഇതും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്കറിയില്ല എന്തെങ്കിലും ഒരു കെമിക്കൽ ബയോളജിക്കൽ റിയാക്ഷനൊക്കെ കാണുമായിരിക്കും. എനിവേ
ഞാൻ ആദ്യം പറഞ്ഞില്ലേ വീഡിയോയിൽ കുറേ പേരൊക്കെ ആ ഒരു എന്താ പറയുക ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഈവൻ ഭയങ്കര സ്ലിപ്പറിയാണ്. ആ റോക്കിൻ്റെ ഇടയിൽ കൂടെ എല്ലാം പോയിട്ട് അവരങ്ങ് മാക്സിമം എഡ്ജിലോട്ട് വരാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലാത്തതുകൊണ്ടാണ്. അത്രയ്ക്ക് കാറ്റായിരുന്നു. ആ കാറ്റിലും എന്താ പറയുക നമ്മളെ മനുഷ്യനെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റിൻ്റെ ഇടയിലാണ് അവർ അത്രയും റിസ്ക് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്. ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സുഭാഷ് പോയ പോലെ പോയി കഴിഞ്ഞാൽ കുട്ടേട്ടനെ നമ്മളെ രക്ഷിക്കാൻ വരണം നിർബന്ധമൊന്നുമില്ല. ഒരു ലൈഫേ ഉള്ളൂ. സോ ജീവനോടെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഭംഗിയുള്ള പ്ലേസസ് നമുക്ക് ഇനിയും കാണാം. അതുകൊണ്ട് അങ്ങനത്തെ എന്താ പറയുക പരിപാടികൾക്കൊന്നും പോവാതിരിക്കുക. അങ്ങനെ കുറേ നടന്ന് ആ ഒരു ക്രോസിൻ്റെ അവിടെ വരെ എത്തി ഞാൻ. അവിടെ പ്രത്യേകിച്ച് റൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും വെറുതെ ഫോർ ഫൺ ഉണ്ടാക്കി വെച്ചതായിരിക്കും. എനിവേ അവിടെ കുറേ പേര് മെമ്മോറിയൽ കാർഡ്സും പിന്നെ കുറേ കോയിൻസ് എല്ലാം കണ്ടു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കാറ്റായിരുന്നു. എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ എന്നെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി അവിടെ നിന്ന് ചുറ്റിപ്പറ്റാൻ നിന്നില്ല. ഞാൻ അവിടെ കുറച്ച് കോയിൻസ് ഒക്കെ ഇട്ടേക്കുന്ന കണ്ടു. നോക്കുമ്പം നോട്ട് ജസ്റ്റ് ഐറിഷ് കോയിൻസ്, പല കൺട്രിയുടെ ഉണ്ടായിരുന്നു. UK എല്ലാം ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് എ വ്യൂ ഫ്രം ദ ടോപ്പ്. ആ മുകളിൽ കണ്ടതാണ് നമ്മൾ നടന്നു വന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ആ കോയിൻസ് എല്ലാം അവിടെ കിടന്നിട്ട് തുരുമ്പ് പിടിച്ച് അങ്ങനെ അവിടെ നശിച്ചു കിടക്കുകയാണ്, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ. എൻ്റെ കൂടെ വന്നവരൊക്കെ അതിൻ്റെ മുകളിലൊരു പൊട്ട് പോലെ നമുക്ക് കാണാം. സോ ഒരുപാട് സമയം ഞാൻ അവിടെ നിന്നില്ല, ഭയങ്കര കാറ്റായിരുന്നു. ഐ ഡിസൈഡഡ് ടു ഗോ ബാക്ക്. അങ്ങനെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ കയറി എവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ എത്തി. സോ ഐ ഹോപ്പ് എവരി വൺ റിയലി എൻജോയ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും, ഫ്രണ്ട്സിനെല്ലാം. പിന്നെ അതിൻ്റെ താഴെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. സോ ദാറ്റ് നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.